നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 3 പേരായിരുന്നു ശ്യാമയ്ക്കെതിരെ ഉണ്ടായിരുന്നത്. ഇപ്പോ നമ്മുടെ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരാളെ കൂടെ കിട്ടിയില്ലേ, അശ്വതി. നമ്മൾ 3 പേരും കൂടി ചെയ്യേണ്ടത് അശ്വതി ഒറ്റയ്ക്ക് ചെയ്തോളൂ. ഈ പൊരുവരുന്ന അശ്വതി നടക്കുവാണ്. വന്നേ, ഞാൻ വണ്ടി കൊണ്ടുവിടും. വഴിന്ന് മാറ്. ഞാനേ ഒരു കാര്യം പറയട്ടെ. ചൂടാവുമ്പോഴാ അശ്വതിയുടെ ഭംഗി ഒന്നുകൂടി കൂടുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നപ്പോ കാശൊക്കെ എടുത്തെറിഞ്ഞിട്ടുള്ള നിന്റെ ആ ഷോ ഉണ്ടായിരുന്നല്ലോ, എന്തൊരു ഭംഗിയായിരുന്നു അപ്പൊ നിന്നെ കാണാൻ. മാറാനാ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും. എന്നിട്ട് ആൾക്കാർ പോലീസിനെ വിളിക്കും. പോലീസാരാ? ഈ ഞാൻ. അതുമല്ല, പൊതുജനത്തിന് ചില മുൻധാരണകളുണ്ട് അശ്വതി. ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ കുഴപ്പക്കാരാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ജനം കൂടുതൽ വിശ്വസിക്കൂ. എന്തായാലും അശ്വതി ഒന്ന് ബഹളം വയ്ക്കും, കാണട്ടെ. ദയവായിട്ട് എന്നൊന്ന് ജീവിക്കാൻ സമ്മതിക്കോ? ജീവിതത്തിലേക്കല്ലേ എന്റെ പൊന്നശ്വതി ഞാൻ നിന്നെ ക്ഷണിക്കുന്നേ. നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്തായാലും അശ്വതി വാന്നേ. നീ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് കാണുമ്പോ കൊള്ളുന്നത് എനിക്കാ. അശ്വതി പാടി ഇങ്ങോട്ട്. ബലം പിടിച്ചിട്ട് കാര്യമില്ല, മര്യാദക്ക് എന്നോട് വാ. ബലം പിടിച്ചിട്ട് കാര്യമില്ല, മര്യാദക്ക് എന്നോട് വാ. പാടി ഇങ്ങോട്ട് വരാൻ. പാടി. എന്താ കാണിക്കുന്നേ? എന്താ ചേച്ചി? ആഹാ, ബന്ധുക്കാരൊക്കെ എത്തിയല്ലോ. എന്താ ചേച്ചി, എന്താ കാര്യം? കാര്യം ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണായവള്. ഞങ്ങൾക്ക് സംസാരിക്കാൻ പലതും കാണും. അതിനിടയിൽ കയറി വന്നേ തടി കേടാക്കാൻ നോക്കരുത്. ശ്യാമേ, ഇയാളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മടുത്തു. സർ, അശ്വതി ചേച്ചി ശല്യപ്പെടുത്തരുത്. ഇതെന്റെ അപേക്ഷയാണ്. ആണോ? പക്ഷേ ആ അപേക്ഷയ്ക്ക് ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ. നിന്റെ അനിൽ സാറിനെ വിളിച്ചു കളയുന്നാണോ? എങ്കിൽ വിളി, അവനെ വിളിക്ക്. അന്നത്തെ കണക്കുകളും കൂടി ഇവിടെ വെച്ച് തീർക്കാം. വിളിക്കേ. ഈ കേസിൽ അഖിൽ സാറിനെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് തീർക്കാൻ ഞാൻ തന്നെ ധാരാളം. ഓഹോ, നീ എന്നെ തീർത്തളയുന്നാണോ? തീർക്കേണ്ടി വന്നാ തീർക്കുക തന്നെ ചെയ്യും. ചുമ്മാ വരട്ടാതെ സാറേ. അന്ന് എന്നെ വിലങ്ങ വെച്ച് കൊണ്ടുപോയി സെല്ലിൽ തള്ളിയിട്ടപ്പോ ഞാൻ പേടിച്ചില്ല. കോടതിയിൽ കൊണ്ടുപോയപ്പോഴും ഞാൻ പേടിച്ചില്ല. കാരണം എന്റെ ഭാഗത്താണ് ശരിയെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ശരിയുടെ കൂടെ ദൈവം നിൽക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. അത് ശരി. എങ്കിലേ ഞാൻ ഇവിടെ അങ്ങ് കൊണ്ടുപോവാ. നീ ഇവിടെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം. കാണി ഇങ്ങോട്ട് വാ. മുമ്പിന്ന് മാറടി. എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നതേ 2 വട്ടം ആലോചിച്ചിട്ട് വേണം. അന്ന് അഖിൽ സാറ് തന്റെ ജീവൻ ബാക്കി വെച്ചതേ ഞാൻ പറഞ്ഞതുകൊണ്ടാ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി ഞാനത് പറയില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയവളെ ഏതോ നാട്ടിൽ ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നല്ലേ? എന്നോടും എന്റെ കുടുംബത്തോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി. നീ അഖിലിനെ കല്യാണം കഴിച്ചതിനെ ഞാൻ എതിർത്തു. അതിന്റെ പകരം ചോദിക്കലല്ലേ നീ നടത്തുന്നേ? അമ്മേ,
ശ്യാമയെ കുറ്റപ്പെടുത്തരുത്. അത് പറയാൻ നിനക്കെന്താ അധികാരം? അധികാരോ? ഇതെന്റെ വീടാ. ഇവളെന്റെ അനിയത്തിയാ. എന്റെ വീട്ടിൽ വന്ന് എന്റെ അനിയത്തെ ആക്ഷേപിച്ച ഞാൻ കണ്ടു നിൽക്കില്ല. ഓഹോ, കാര്യങ്ങളപ്പോ അതുവരെയായി. അനിയത്തി ചേച്ചി കൊള്ളാം. ഇനിയൊരു അമ്മ പെറ്റതാണോ എന്നും കൂടി അറിഞ്ഞാ മതി. ഒരമ്മ പെറ്റതാണെന്ന് തന്നെ വെച്ചാ മതി. ഓഹോ, അങ്ങനെയല്ലേ? ശരി, എന്നാ ചേച്ചിയോടും അനിയത്തിയോടും ഞാനൊരു കാര്യം പറയാം. എന്റെ കുടുംബത്തിനെ തൊട്ട് കളിക്കാൻ വന്ന തീർത്തുകളയും ഞാൻ രണ്ടിനെയും. സമാധാനത്തോടെ എല്ലാം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതിട്ടാ ആദ്യം ഇറങ്ങിയത്. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ ഇറങ്ങാൻ പോകുന്നേ. ഞാൻ ഇറങ്ങിയ എന്തൊക്കെ നടത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ? അമ്മ പ്ലീസ്, അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നീ പറയുന്നത് ഞാൻ കേൾക്കണമെന്നോ? ഞാൻ പറഞ്ഞത് നീ കേട്ടോ? ഇല്ലല്ലോ. ഇനി ഇവളെ കാണില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? അത് നീ പാലിച്ചോ? അമ്മ, ഞാനിപ്പോ ചേച്ചി കാണാൻ വന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടാ. ചേച്ചിയോട് ഇപ്പൊ ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നതും. ആണോ? പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവുക. അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. ശ്യാമേ, എന്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ഒരു കാര്യം, ഇനി ഇവിടെ നിന്ന് നിങ്ങൾ അധികം സംസാരിക്കരുത്. കുടുംബം തകർക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചല്ലോ. എനിക്കൊരു കുടുംബം ഉണ്ടാകേണ്ടതായിരുന്നു. എനിക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തല്ലി തകർത്തത് ആരാ? ഇവിടെ ഇപ്പൊ കുറ്റമല്ല ശ്യാമയ്ക്കല്ലേ? ഇതുപോലൊരു മരുമകളെ കിട്ടാനേ 100 ജന്മം തപസ്സിരിക്കണം. ഞാൻ അരുണിനെ കാണാൻ വരുന്നതോർത്ത് പേടിക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഇപ്പോഴും ഞാനതാ പറയുന്നേ. ഞാൻ അങ്ങോട്ട് വരില്ല. അരുൺ ഇങ്ങോട്ട് വരാതെ നിങ്ങൾ കുടുംബക്കാർ നോക്കിയാ മതി. ചേച്ചി, എന്റെ കുടുംബത്തിലെ ഒരാളെ കൂറുമാറ്റിയെടുത്തതിന്റെ ബലത്തില് നീ അങ്ങ് ഡയലോഗ് അടിച്ച് തകർക്കുകയാണല്ലോ. അമ്മ, നിന്നെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം തീർക്കാനായിരുന്നു ഞാൻ വന്നത്. നീ എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് എന്ത് തരാന്നും കരുതി. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഉദ്ദേശിച്ചുള്ള പുറപ്പാടാണെന്ന്. രണ്ടുപേരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഈ വസുന്ധരയെ പറയുന്നേ. നിന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിരിക്കും. അരുണിന്റെ ജീവിതം തകർക്കാവുന്ന നീ കരുതണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.